ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യൽ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം നമ്മൾ ആദ്യം 4 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം കേട്ടോ നമുക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മാങ്ങ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് തള വരട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് വെന്ത പോലെ ഒന്ന് വേവ് വരണം. എന്നിട്ട് നമുക്ക് അതിലേക്കുള്ള ബാക്കി അരപ്പൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ വിഷുവൊക്കെ എങ്ങനെയുണ്ട്? ഈ വർഷം നമ്മുടെ പുതിയ മലയാള മാസം ആരംഭമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വിഷുവിന് നമ്മൾ ഫിലിമിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പ്രേമലു ഏതൊരു ഫിലിമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിക്കാൻ തരത്തില്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ കൂടി കഴിക്കും. അപ്പോൾ നമ്മൾ ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ നെയ്യ് കൂടി അതിൽ ചേർക്കുമ്പോഴാണ് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാമ്പഴമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നെയ്യും ശർക്കരപ്പാനിയും ഒക്കെ ഒഴിച്ച് നന്നായിട്ട് മാമ്പഴം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർക്കണില്ല കേട്ടോ. കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ, ഞാൻ ചെറിയ നാളികേരത്തിൻ്റെ അരമുറിയാണ് എടുത്തിരിക്കുന്നത്. ഈ നാളികേരം തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ വെളുത്തുള്ളി, ചെറുള്ളി അങ്ങനത്തെ വക ഉള്ളി ഐറ്റംസ് ഒന്നും ചേർക്കില്ല കേട്ടോ. ചിലവർ ജീരകവും പച്ചമുളകൊക്കെ ഇടാറുണ്ട്. ഞാനതൊന്നും ചേർക്കണില്ല. നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റൈലാണ് വെക്കുന്നത് മാമ്പഴ ശരി. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഊർമിള ഉണ്ണിമേം ഒരു ഇൻ്റർവ്യൂവിന് വന്നിട്ട് പറഞ്ഞ ഒരു റെസിപ്പിയാണ് കേട്ടോ. അതാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി കൂടെ വേണം. നമ്മളിതിലേക്ക് നമ്മുടെ മെയിൻ ആളാണ് തൈര്. അധികം പുളിയില്ലാത്ത തൈരാണ് കുറച്ചും കൂടി നല്ലത്. ചെറിയ ചാറ്, കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. കിട്ടിയോ? മാമ്പഴമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് ഇതിലും കുറച്ച് ചെറിയ മാങ്ങയാണ് എടുക്കുക. നമ്മുടെ കടുമാങ്ങ, ഉണ്ണിമാങ്ങ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് കുഞ്ഞു മാങ്ങ കേട്ടോ. അതാണ് ഒന്നും കൂടി നമുക്ക് കഴിക്കാനും ഒക്കെ ഒരു പ്രത്യേക ഇതാണ് മാങ്ങ. പക്ഷെ നമുക്കത് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടായ മാമ്പഴങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഫ്രണ്ട്സ്, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിത് കടുക് പൊട്ടിക്കേ വേണ്ടു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഏകദേശം റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ തേങ്ങയുടെ അരപ്പും ശർക്കരപ്പാനിയും നെയ്യും എല്ലാം കൂടെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ജസ്റ്റ് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ കടുക് വറുക്കാം. അപ്പം നമ്മൾ ഫ്രണ്ട്സ് കടുക് വറുക്കാൻ പോകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലല്ല കേട്ടോ, നെയ്യിൽ തന്നെയാണ്. വെളിച്ചെണ്ണയിൽ വറുത്ത ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം നമുക്ക് നെയ്യിൽ തന്നെ കടുക് വറുക്കാം. നമുക്കിനി ഉലുവ പൊട്ടിക്കാം. 2 മണി ഉലുവ ഇടാം. ഇനി നമുക്ക് കടുക് ചേർക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി വറ്റൽമുളകിൻ്റെ അതിലേക്ക് നമ്മുടെ കടുകും ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ താരം കറികളെ ടേസ്റ്റ് കൂട്ടുന്ന ആളാണ് കറിവേപ്പില. നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കടുക് വറുക്കുമ്പോൾ നിങ്ങൾ മാക്സിമം നെയ്യിൽ തന്നെ വറുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ എണ്ണയിൽ വറുത്ത ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി അപ്പോൾ ഫ്രണ്ട്സ്, ഫൈനലി നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ 4 മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഓരോ മാങ്ങ നന്നായി ഉടഞ്ഞു പോയി കേട്ടോ. സാരില്ല, നമ്മൾ 2 പേരേ ഉള്ളൂ. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഓണത്തിന്, വിഷുവിന് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി നന്നായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇനി ഇത് ഒന്നും കൂടിയും നമ്മുടെ കറി ഗ്രേവി ഒന്നും കൂടിയും ഇരുന്ന് പറ്റൂ കേട്ടോ. നല്ല ചൂടിന് വേണ്ടിയിട്ട് സ്പൂൺ എടുക്കട്ടെ. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നിരണ്ടിയിട്ട് വേണം കഴിക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ്. സ്പൂണും കൊണ്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടും. അമ്മയില്ല കേട്ടോ ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്നെ പൊക്കി പറയില്ല. എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഇത്. നമ്മൾക്ക് ഉണ്ടാക്കാൻ ഒരു പാടുമില്ല. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഐറ്റംസേ വേണ്ടൂ, ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. കാരണം നല്ല പുളിയും ഉപ്പും മധുരവും എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയുടെ വക വിഷു ആശംസകൾ. അപ്പോൾ ഇവിടെ മോനില്ല, അവൻ വിരുന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും വിഷസ് ഞാനായിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. ഓക്കെ, ബൈ.